എന്താ പേര്? ബെൻസിഗർ. ഇവിടെ ഈ ഇടവകയാണോ? നീണ്ടകരയിൽ നിന്ന് വന്ന അല്ലേ? എന്തിനാ കോളർ വെച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഡിസ്കിന് തേയ്മാനമുണ്ട്. പിന്നെ ഈ ഡിസ്ക് ബഡ്ജായിട്ട് നെർവ്സ് ബ്ലോക്ക് ആവുന്നു. അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. കർത്താവ് സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്, ഉറപ്പായിട്ടും. അഴിച്ച് കോളർ എടുത്ത് കർത്താവിനെ സ്തുതിച്ചോ. ഞാൻ ഇവിടെ നിന്ന് തട്ടുകയാണ് കേട്ടോ. എല്ലാവരും ഈ മകന് വേണ്ടി ഒന്ന് സ്തുതിച്ച്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മകൻ്റെ നട്ടല്, ഡിസ്കുകൾ, കോളറിലെ അസ്ഥികൾ, ഓരോ ഡിസ്കുകളും യഥാസ്ഥാനപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യോഹന്നാൻ 19:36 അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ വേദന വിട്ടുമാറട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. കടുത്തിരിച്ചോ, തിരിച്ചോ, കടുത്ത നന്നായിട്ട് തിരിച്ചോ, തിരിക്കട്ടെ, ഇപ്പുറത്തോട്ട് തിരിക്കട്ടെ. ധൈര്യത്തോടെ ചെയ്തോ. മുന്നോട്ട് വെച്ചേ, മുന്നോട്ട്, പുറകോട്ട് വെച്ചേ, ധൈര്യത്തോടെ മുന്നോട്ട്, പുറകോട്ട്, സൈഡിലോട്ട്, രണ്ട് സ്ഥലം വെച്ച് സ്പീഡിൽ വെച്ച് തിരിച്ചോ. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കുനിഞ്ഞ്, മൊത്തത്തിൽ ഒന്ന് കുനിഞ്ഞ്, ഒന്ന് വെറുതെ ഒന്ന് നട്ടലൊക്കെ തിരിച്ച്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ബെൻസിഗർ എന്ത് പറയുന്നു? നല്ലതായിട്ടിരിക്കുന്നു. ഇപ്പൊ വേദനയുണ്ടോ? വേദനയില്ല. എത്ര കാലമായി ഈ അസുഖം തുടങ്ങിയിട്ട്? കുറേ വർഷമായി. ഉദ്ദേശം ഒരു 10 വർഷത്തിന് മേലെ. 10 വർഷത്തിന് മേലായി. കോളർ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. യേശു സൗഖ്യമാക്കി കഴിഞ്ഞു. ഒരു വേദനയുമില്ല. തിരിച്ചോ, കഴുത്താൽ നല്ല സ്പീഡില്ല. തിരിച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചോ. ഇങ്ങനെ മുകളിലോട്ട് വെച്ച് താട്ട് വെച്ച്. വേദന ഉണ്ടോ? ഇല്ല, ഇല്ല, വേദന ഇല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. അവൻ തൊട്ടാൽ സൗഖ്യം ഉറപ്പാ. ഹല്ലേലൂയ. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഐ ആം ദ ലോർഡ് യുവർ ഹീലർ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാ.